ഞാനൊരു കാര്യം പറയാനുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ എന്താ ചൂട്? പിന്നെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയണം ഒന്ന്. പിന്നീട് നമ്മൾ ഒരു ദൈവത്തിൻ്റെ അടുത്ത് പോകണം. അതിനിപ്പോൾ പള്ളിയായിരുന്നാലും ശരി തന്നെ, കോവലായിരുന്നാലും ശരി തന്നെ, നമ്മൾ മുസ്ലിമിൻ്റെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മളൊരു ദേവാലയത്തിൽ പോകണം. അവിടെ ഇരിക്കുന്ന ദൈവത്തിന് എന്തായാലും വേണ്ട, പൈസ വേണ്ട. പൈസ വേണ്ട, ഇതെല്ലാം മനുഷ്യന്മാർ തന്നെയാണ് എടുക്കുന്നത്. ഈ ഉള്ളവന്മാരും ഉണ്ട് 1000-500 കൊടുക്കും പോലെ, അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ പോലെ പറഞ്ഞു ഇനി ഞാൻ ഇടൂല. കാരണം എന്ന് വെച്ചാൽ കാണിക്കില്ല, ദൈവത്തിന് വേണ്ട, ദൈവങ്ങൾക്ക് വേണ്ട. പിന്നെ നമുക്കായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ അപ്പോൾ കേട്ടിട്ടുണ്ടല്ല, അല്ലാതെ ഞാൻ ഇടൂല. പിന്നെ ആ കാണിക്കപ്പെട്ടിലിരുന്നല്ല, അത് ഭയങ്കര നല്ല. ഈ ഉള്ളവന്മാർ അതിൻ്റെതായ രീതിയിൽ കൊടുക്കുക, അല്ലാത്തവർക്ക് അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛം പോലെ, അങ്ങനെ പുച്ഛമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ചില ആൾക്കാർക്ക് കൊടുത്തങ്ങ് ശീലിപ്പിച്ച് കളഞ്ഞു, മനസ്സിലായില്ലേ? കൊടുത്തങ്ങ് ശീലിപ്പിച്ചു. പക്ഷേ ഇവന്മാരെ വീട്ടിൽ പോയിട്ട് ദാഹിച്ച പച്ചവെള്ളം കൊടുക്കൂല, മനസ്സിലായില്ലേ? പക്ഷേ ദൈവ ആരാധനകളിൽ കൊടുക്കാൻ ഒരു ഇതുമില്ല. അവിടെ ചെന്ന് ഇതൊക്കെ കാണിക്കണണ്ട. ഞാൻ 2-3 നിന്ന് ഭയങ്കര ഭക്തിയാണ്. എൻ്റെ പൊന്നോ, ഭക്തിയാ. വിളക്ക് വരെ അപ്പോഴപ്പോൾ ഒരു ഇത് വന്നു. അതിൻ്റെ അങ്ങനെയാണല്ലോ, അതോടെ കിട്ടും. പിന്നീട് അപ്പോൾ ഭയങ്കര ഭക്തി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഭക്തിയില്ല. പക്ഷേ ശ്വാസം വിടാൻ താമസിക്കൂലെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് വരാൻ നേരത്ത് ഒരു വെള്ളം പോലും തരില്ല. തരില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ കുടിക്കണ വെള്ളം കാഞ്ഞ് കിടക്കണ വെള്ളം. അപ്പോൾ എന്നിട്ട് ഈ ദേവാലയങ്ങളിൽ ചെന്ന് എന്തേലെന്ന് വെച്ചാൽ അവിടെ ഇരിക്കണ പൊട്ടരെന്നാണ് വിചാരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയില്ലേ, എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. ഇന്നലെ ആണെന്നപ്പോൾ ഉള്ള ടീമിനടുത്ത് ചിരിച്ച് കളിച്ച് വലിയ ഇതിൽ ഇരിക്കണം. അപ്പം ഞാൻ തരുന്നത് എനിക്ക് ചെറിയൊരിത് വേണം, അത് ഞാൻ പറയില്ല, അറിയാമല്ലോ എന്താണെന്ന്. അങ്ങനെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തരുന്നത് ഇത് എവിടെയാണെന്ന് വെച്ചാൽ, അപ്പം വേറൊരു മാമൻ പറഞ്ഞ് അത് അവിടെ ഉണ്ട്, ആ മാമൻ കാണിച്ചു തന്നേട്ടാ, അത് നമ്മളെ പോലുള്ള, മനസ്സിലായില്ലേ? അപ്പോഴാണ് എന്താണെങ്കിൽ പിന്നെ എന്നിട്ട് എന്തോന്ന് എത്ര മണി കഴിഞ്ഞാൽ കൊടുക്കൂലെന്ന്. ശരി, കൊടുക്കൂലെങ്കിൽ അത് ഇപ്പോൾ ഈ സമയം ഇപ്പോഴും കൊടുക്കൂല എന്നിങ്ങനെ പറഞ്ഞില്ല. ഒരുമാതിരി വിരട്ടലും. അല്ലെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട്, പാറ്റിയും കീറ്റിയൊന്നും ഞാൻ നോക്കൂല, എൻ്റെ കൂടെ ഇതുണ്ട്. അപ്പം ഞാൻ എന്തിനെന്നറിയാമോ, ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. ഇനി ഒരിക്കൽ കൂടെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയും, ഇത്തിരി ഇത് തരുമോ, ഇത്തിരി ഇത് 2 പേരെന്തൊരു ഭസ്മം തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയും തൻ്റെ അടുത്തേ ഞാൻ ഇത്തിരി ഭസ്മമാണ് ചോദിച്ചല്ലാതെ എനിക്ക് അപ്പോഴത്തെ എൻ്റെ മൈൻഡ് പോലെ ഇരിക്കും. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ പോയി ഞാനൊരു തിരുമേനിയുടെ വീട്ടിൽ പോയപ്പോൾ ഇയാളെ അത് എൻ്റെ ദൈവമേ, യവന്മാരല്ലേ വന്ന് ഈ ഭയങ്കര ഭക്തി ഇതൊക്കെ കാണിക്കണത്. ചിലവർ ദുഷ്ടപ്രവൃത്തിയാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയമേ ഇല്ല. എന്നുവെച്ചാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ദൈവത്തിനെ കാണാനാണല്ലേ, യവന്മാരെ കാണാനൊന്നും അല്ല പറഞ്ഞു. യവന്മാരെ മുടയും ജാടയും കാണാനല്ല പറഞ്ഞത്. അതിന് ഇവിടെ അല്ല എവിടെ ആയിരുന്നാലും. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നിട്ട് നിങ്ങൾ അറിയണം, പണ്ടത്തെ കാലം ഇല്ലെന്നല്ലേ പറയണത്. ഇവന്മാരൊക്കെ ഈ ഡയലോഗ് അടിക്കണത്, ഇവനൊക്കെ ഈ വാ കൊണ്ട് പറയണതാണ്. ഇവൻ്റെയൊക്കെ ചിലവന്മാരെ ഇവനെ അടുത്തൊക്കെ നോക്കണം. എന്നിട്ട് പിന്നീട് ഈ ഓസില്ലേ, നമ്മളെ പൈപ്പുണ്ടല്ലോ, ഇത് നിങ്ങൾ അറിയണം കേട്ടോ. ഓസിട്ട്, അതുകൊണ്ടാണ് എനിക്ക് മനുഷ്യനെ കണ്ടൂടാ എനിക്ക്. പിന്നെ ചിലവരൊക്കെ ഇഷ്ടമുള്ളൂ, ഇതിൻ്റെ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. എന്നിട്ട് ഈ പൈപ്പ് തുറക്കണ്ടെന്ന് നിങ്ങൾ അറിയണം. പൈപ്പ് തുറക്കണം, പോറ്റി ഭയങ്കര ഭക്തിയും കാര്യങ്ങളും. പിന്നെ ചോദിച്ചറിയാം എത്ര എണ്ണം വരുമെന്നറിയാം. ഇവരൊക്കെ വളർത്തുന്നത് ഈ അല്ലാത്തതൊക്കെയാണ്. നീയൊക്കെ ചെയ്യുന്ന പ്രവൃത്തി അത് ഇങ്ങനെയുള്ളവരെ അതൊക്കെ നിങ്ങളെ ഇഷ്ടം, മനസ്സിലായില്ലേ? ഞാൻ നമ്മളെ കൊള്ളു പറയണം. എന്നിട്ട് ഞാൻ പറഞ്ഞ പൈപ്പുണ്ടല്ലോ, പൈപ്പ് തുറക്കണം, പൈപ്പ് സോപ്പിട്ട് കൈ കഴുകിയിട്ട് തുറക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് തുറക്കണം. എന്നിട്ട് വരണത് ബാക്കിൽ കൂടെ. എന്നിട്ട് ഒരു ബക്കറ്റ് അറിയാതെ എടുത്ത് നിങ്ങൾ നോക്കണേ. ഞാൻ അറിയാതെ ബക്കറ്റ് എടുത്തതെന്ന് വെച്ചാൽ ഒരുപാട് അടുക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഏതോ ഒരു ബക്കറ്റ്, എനിക്കത് പറഞ്ഞ് മനസ്സിലായില്ല. ഒരു ബക്കറ്റ് എടുത്ത്, നീ എന്തിനാ ആ ബക്കറ്റ് എടുത്തത്? അത് എടുക്കരുത് കേട്ടോ, ഇയാളെ ഭാര്യ, അത് എടുക്കരുത് കേട്ടോ, ഇവിടുന്ന് ജോലിക്കാരൊക്കെ വരുന്നതാ. നീയൊക്കെ ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ അറിയില്ല, അങ്ങനത്തെ സംസാരം ഞാൻ പറയുള്ളൂ, അത് കിട്ടുകയും ചെയ്യും.
അയാൾ എന്നെ എൻ്റെ ഇതിൻ്റെ കാലിന് കുറ്റം പറഞ്ഞില്ലേ, അങ്ങനെ കാലിന് കുറ്റം പറഞ്ഞത് എൻ്റെ കാല് എന്നെ കാണാണ്ടൊരു കണ്ടാൽ മതി, മനസ്സിലായില്ലേ? എൻ്റെ കാലം അതെല്ലാം അറിയാതെ എല്ലാവർക്കും അറിയാം. എന്നെ കെട്ടിയവനും അറിയാം. എന്നിട്ട് അവൻ്റെ കാലിലില്ല, എൻ്റെ മോളെ കാലില്ല, എൻ്റെ അമ്പേരെ കാലില്ല. അത് ഒരു ഇതാണെന്നാണ് പറയണത്. അതെന്തോ ഇതിനെ വേറൊരാൾ പറഞ്ഞു എന്തോന്ന് എന്തോ വരുന്നെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ഈ ഹിന്ദുക്കളാതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, എൻ്റെ കാലിലല്ലേ ഇരിക്കണത്, അതെനിക്കൊരു വിഷയമല്ല. അങ്ങനെ പിന്നീടെന്തോന്നു അതിലൊരു കഥയും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പെണ്ണുമായിട്ട് കമ്പനി ആയത്. അതടങ്ങിയിട്ട് അപ്പോഴും ഇയാൾ എന്നിട്ട് ബാക്കിൽ കൂടെ വരണം, എന്നിട്ട് ബാത്റൂമിൽ എന്നിട്ട് ഞാൻ ഈ ചെരുപ്പ് നമ്മൾ ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പിട്ടിട്ടാണ്, ചെരുപ്പ് നമ്മൾ വെളിയിലിട്ടല്ലേ കയറുള്ളൂ. എന്നിട്ട് എൻ്റെ പൊന്നേ, ഇവനൊക്കെയാണോ ദൈവങ്ങളെ പൂജിക്കണത്? എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് കാല് ഞാൻ എന്നിട്ട് കഴുകിയിട്ട്, അപ്പം ഞാൻ ചെളി ഉണ്ടെങ്കിൽ ഇതല്ലേ, പിന്നെ കാലിട്ട് നല്ല ഒരച്ച്. അപ്പം ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് എന്തേലും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് പറയണത്. അതുകൊണ്ട് നിങ്ങളൊക്കെയാണ് ഇമാരെ ഇങ്ങനെ അഹങ്കാരികളാക്കണത്, മനസ്സിലായില്ലേ? കൊടുക്കണവന്മാർ കൊടുക്കട്ടെ, കൊടുക്കുമാർ അത് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അത് കൊടുത്തങ്ങനെ പാവം തീരട്ട്. നമുക്കങ്ങനെ എൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന ദൈവത്തിന് കാണിക്കാൻ ആവശ്യമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഇനി ഒരിക്കൽ കൂടെ ഇതുപോലെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഉള്ള ടീമായതുകൊണ്ട് പൂജയും കാര്യങ്ങളും വലിയ ഭയങ്കര പൂജകൾ. അങ്ങനെ എന്നപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്കാറ് സംസാരിച്ച് അത് തന്നെ സംഭവം. ഇനി ഒരിക്കൽ കൂടെ വരണമെങ്കിൽ എൻ്റെ നല്ല കേൾക്കും. ഇനി അറിഞ്ഞും കൊണ്ട് ഇതിപ്പോൾ അറിയാതല്ലേ ഞാൻ ഇത്തിരി ഭസ്മം തരൂ, ഇവിടുത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ മോൾക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ വിരട്ടണ്. അവനാ എനിക്ക് അറിഞ്ഞൂടെ നിനക്ക് തന്നെ. ഇനി ഒരിക്കൽ കൂടെ നീ വിരട്ടന്നെ.